ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെന്ററിന്റെ സ്നേഹസ്പർശം പദ്ധതിയുടെ ഭാഗമായി ഗുണഭോക്താക്കൾക്ക് ശ്രവണ സഹായികൾ വിതരണം ചെയ്തു. കണ്ണൂർ സെക്യൂറ സെന്ററിൽ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്തു. ടി.ഒ. മോഹൻ എം.എൽ.എ. ശ്രവണ സഹായികൾ വിതരണം ചെയ്തു. സംസ്ഥാനത്തിനകത്തും പുറത്തും കേൾവി സംസാര ചികിത്സാ രംഗത്ത് സേവനം നൽകിവരുന്ന ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെന്ററിന്റെ സ്നേഹസ്പർശം പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കണ്ണൂർ സെക്യൂറ സെന്ററിൽ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്തു. കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞ പ്രോഗ്രാമായിട്ട് സംഘടിപ്പിക്കുന്നത് ഞങ്ങളെല്ലാവരും തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിലാണ്. നമ്മളെല്ലാവരെയും കൂടെ കൂട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഒരു ബ്രേക്ക് എടുത്തൊന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മളെല്ലാവരെയും കൂടെ കൂട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെയാണ് ഉത്തരം. അത്തരത്തിലൊരു ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ടാണ് റെഡ് എഫ് എം ഈ ഒരു പ്രോഗ്രാമായിട്ട് വരുന്നത്. ഒരു പക്ഷേ ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാനായിട്ട് ഏറെ യോഗ്യതയുള്ള ഒരു എൻറ്റിറ്റി കൂടിയാണ് ഇത് എഫ് എം അല്ലെങ്കിൽ ശ്രവണ മാധ്യമം. അപ്പോൾ അത് റെഡ് എഫ് എം അത് വളരെ ഭംഗിയായിട്ട് ആ ഒരു സാമൂഹിക ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കുന്നു. വിദഗ്ധ പരിശോധനയിലൂടെ തെരഞ്ഞെടുത്ത 6 പേർക്കാണ് ശ്രവണ സഹായികൾ വിതരണം ചെയ്തത്. ടി.ഒ. മോഹനൻ എം.എൽ.എ. ശ്രവണ സഹായികൾ നൽകി. പ്രസൻസിൽ നമുക്കിത് കൈമാറുകയാണ് ഈ ഒരു ഹിയറിംഗ് ഉപകരണം. ശ്രവണ സഹായി നൽകുന്ന ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. എനിക്ക് ഈ ശ്രവണ ഹിയറിംഗ് എയ്ഡിൻ്റെ ആ സ്ഥാപനം കഴിഞ്ഞ മാസം താഴെച്ചൊവ്വയിൽ ഞാൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത് എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അവർക്ക് ഒരുപാട് സ്ഥലത്ത് ഇതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട്. ഏകദേശം 10-15 ബ്രാഞ്ചുകളുണ്ടെന്ന് അവർ പറഞ്ഞു. ഏതായാലും അവർ ഈ മേഖലയിൽ വളരെ സുത്യർഹമായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെന്ററിന് കേരളത്തിനകത്തും പുറത്തുമായി 20-ലധികം ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീജിത്ത് എളമ്പിലത്ത്, ഡയറക്ടറും ചീഫ് ഓഡിയോളജിസ്റ്റുമായ അശ്വതി ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.